ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബർഡൻ ഓഫ് പ്രൂഫ് അണ്ടർ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 ആണ്. സെക്ഷൻ 101 to 114A ആണ് ബർഡൻ ഓഫ് പ്രൂഫിനെ പറ്റിയിട്ട് ഡീൽ ചെയ്യുന്ന സെക്ഷൻസ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 112 തൊട്ട് 113B വരെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. ആദ്യമായിട്ട് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 112 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണ്. സെക്ഷൻ 112ന്റെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടി ലെജിറ്റിമേറ്റ് ചൈൽഡ് ആണോ അല്ലയോ എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഒരു കുട്ടി ജനിക്കുന്നത് ആ കുട്ടിയുടെ അമ്മയും അതുപോലെ തന്നെ അമ്മ കല്യാണം കഴിച്ചിട്ടുള്ള ആ മാനിൻ്റെയും വാലിഡ് മാരേജ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും, അതുപോലെ തന്നെ അമ്മയും ആ അമ്മ കല്യാണം കഴിച്ചിട്ടുള്ള ആ മാൻ്റെയും മാരേജ് ഡിസോൾവ് ചെയ്തിട്ട് 280 ദിവസത്തിൻ്റെ ഉള്ളിലാണ് ജനിക്കുന്നതെങ്കിലും, ഇവിടെ ഒരു കാര്യം കൂടിയും ശ്രദ്ധിക്കണം, ആ മാരേജ് ഡിസോൾവ് ചെയ്തതിന് ശേഷം അമ്മ വേറെ കല്യാണം കഴിച്ചിട്ട് ഉണ്ടായിരിക്കരുത്. ഈ രണ്ട് സന്ദർഭത്തിലാണ് ഒരു കുട്ടി ജനിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ മാനിൻ്റെ ലെജിറ്റിമേറ്റ് ചൈൽഡ് ആണ് ഈ കുട്ടി എന്നാണ് പറയുന്നത്. അതായത് ഇത് കൺക്ലൂസീവ് പ്രൂഫാണ്. അതായത് ഈ കുട്ടി ആ മാൻ്റെ ലെജിറ്റിമേറ്റ് ചൈൽഡ് ആണ് എന്നുള്ളതിൻ്റെ. ഇവിടെ ഒരു എക്സെപ്ഷൻ കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവർ തമ്മിൽ അതായത് ഈ കുട്ടി ജനിച്ച സമയത്ത് ഈ പാർട്ടീസ് ടു ദ മാരേജ് തമ്മിൽ യാതൊരുവിധ ആക്സസും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ഒരു കുട്ടിയെ ലെജിറ്റിമേറ്റ് ചൈൽഡായിട്ട് ട്രീറ്റ് ചെയ്യില്ല. അതായത് ഇപ്പോൾ അവിടെ പ്രൂവ് ചെയ്യാൻ കഴിയാണ്, അതായത് ഈ കുട്ടി ജനിച്ച സമയത്ത് ഈ പാർട്ടീസ് ടു ദ മാരേജ് തമ്മിൽ യാതൊരുവിധ ആക്സസും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടിയെ ലെജിറ്റിമേറ്റ് ചൈൽഡായിട്ടല്ല ട്രീറ്റ് ചെയ്യുക. ഇതാണ് സെക്ഷൻ 112ന്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു കുട്ടിയുടെ ലെജിറ്റിമസിയെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇഫ് ദ ചൈൽഡ് ഈസ് ബോൺ ഡ്യൂറിങ് ദ കണ്ടിന്യൂൻസ് ഓഫ് ദ വാലിഡ് മാരേജ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ മാരേജ് ഡിസോൾവ് ചെയ്തിട്ട് 280 ദിവസത്തിൻ്റെ ഉള്ളിലോ ആണ് ഈ കുട്ടി ജനിച്ചിട്ടുള്ളതെങ്കിൽ, അതുപോലെ തന്നെ അമ്മ അവിടെ അൺമാരീഡ് ആയിട്ടും ഇരിക്കണം, വേറെ റീമാരേജ് ചെയ്തിട്ടുണ്ടായിരിക്കരുത്. ഇങ്ങനെയുള്ള സമയത്താണ് ഒരു കുട്ടി ജനിച്ചിട്ടുള്ളതെങ്കിൽ ആ മാൻ്റെ ലെജിറ്റിമേറ്റ് ചൈൽഡാണ് ഈ കുട്ടി എന്നാണ് കരുതപ്പെടുന്നത്. ഇത് അതിൻ്റെ കൺക്ലൂസീവ് പ്രൂഫാണ്. ഇവിടെ ഒരു എക്സെപ്ഷൻ കൂടി പറഞ്ഞിട്ടുണ്ട്. എക്സെപ്ഷൻ അല്ല, ബിയോണ്ട് ഈ ഒരു കാര്യം ഇവിടെ പ്രൂവ് ചെയ്യണമെങ്കിൽ, അതായത് ഈ കുട്ടി ജനിച്ച സമയത്ത് ഇവർ തമ്മിൽ യാതൊരുവിധ ആക്സസും ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ കുട്ടിയെ ലെജിറ്റിമേറ്റ് ചൈൽഡായിട്ട് ട്രീറ്റ് ചെയ്യില്ല. സെക്ഷൻ 113 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ പറ്റിയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അടുത്തതായി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 113A ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണ്. അതായത് പ്രിസംപ്ഷൻ ആസ് ടു അബറ്റ്മെന്റ് ഓഫ് സൂസൈഡ് ബൈ എ മാരീഡ് വുമൺ. ഒരു മാരീഡ് വുമൺ അവരുടെ കല്യാണം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്യുകയാണ്. അതുപോലെ തന്നെ അവിടെ ഓൾറെഡി ഷോൺ ആണ്, അതായത് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ആ മാരീഡ് ആയിട്ടുള്ള വുമൺ ഈ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ബന്ധുക്കളുടെ കയ്യിൽ നിന്നും ഒരുപാട് ക്രൂര പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ട് എന്നുള്ളത്. സോ ഇങ്ങനെയുള്ള ഒരു സർക്കംസ്റ്റൻസസിൽ അവിടെ കോടതി എന്താണ് പ്രസ്യൂം ചെയ്യുക എന്ന് വെച്ചാൽ, ആ ഭർത്താവും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ബന്ധുക്കളുമാണ് അവരെ സ്യൂസൈഡ് ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഒരു മാരീഡ് വുമൺ അവരുടെ കല്യാണം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ സ്യൂസൈഡ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, അതായത് ഈ വുമൺ മരിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ അവരുടെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ബന്ധുക്കളുടെ കയ്യിൽ നിന്നോ എന്തെങ്കിലും ക്രൂവൽറ്റിക്ക് അതല്ലെങ്കിൽ ക്രൂര പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ട് എന്നുള്ളതും. സോ അങ്ങനെയുള്ള ഒരു സർക്കംസ്റ്റൻസസിൽ അവിടെ കോടതി പ്രസ്യൂം ചെയ്യുക എന്താണെന്ന് വെച്ചാൽ, ആ സ്ത്രീയെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചത് അവരുടെ ഹസ്ബൻഡോ അതല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡിൻ്റെ ബന്ധുക്കളോ ആണ് എന്നുള്ളതാണ്. ഈ ഒരു
സെക്ഷൻ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു പ്രിസംഷൻ എന്ന് പറയുന്നത് റിബട്ടബിൾ ആണ് ആക്ച്വലി. അതായത് ഇപ്പോൾ ഹസ്ബൻഡോ അതല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ബന്ധുക്കളോ എന്തെങ്കിലും എവിഡൻസുമായിട്ട് മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രിസംഷൻ റിബട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു സെക്ഷൻ്റെ അണ്ടറിൽ, അതായത് 113A ഉള്ളിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു ടേമാണ് ക്രൂവൽറ്റി. ഈ ക്രൂവൽറ്റി എന്നുള്ള വാക്കിന് ഒരു എക്സ്പ്ലനേഷനും ഈ സെക്ഷൻ്റെ അണ്ടറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് IPC 498A എന്താണ് ക്രൂവൽറ്റിക്ക് മീനിങ് കൊടുത്തിട്ടുള്ളത്, അതേ മീനിങ് തന്നെയാണ് ഈ 113A അണ്ടറിലും അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 113B ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണ്. അതായത് ഒരു വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീ അവരുടെ മരണത്തിന് തൊട്ട് മുൻപ് വരെ എന്തെങ്കിലും വിധത്തിലുള്ള ക്രൂവൽറ്റി അതല്ലെങ്കിൽ ഹറാസ്മെൻറ്റ് ഡൗറിയുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ഭർത്താവിൽ നിന്നോ അതല്ലെങ്കിൽ അവരുടെ ഭർതൃബന്ധുക്കളിൽ നിന്നോ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കോടതി പ്രസ്യൂം ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ആ പെർട്ടിക്കുലർ പേഴ്സൺ ഈ സ്ത്രീയുടെ മുകളിൽ ഡൗറി ഡെത്ത് കമ്മിറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു സെക്ഷനും റിബട്ടബിൾ ആണ്. അതായത് ഹസ്ബൻഡോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ബന്ധുക്കളോ എവിഡൻസ് ഹാജരാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനും റിബട്ട് ചെയ്യാവുന്നതാണ്. അതായത് കോടതിക്ക് മുൻപിൽ വരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, അതായത് ഒരു പേഴ്സൺ ഡൗറി ഡെത്ത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണെങ്കിൽ അവിടെ കാണുകയാണ്. അതായത് ഈ സ്ത്രീയുടെ മരണത്തിന് തൊട്ട് മുൻപ് വരെ ഈ സ്ത്രീയുടെ ഭർത്താവിൽ നിന്നോ അതല്ലെങ്കിൽ ഭർതൃബന്ധുക്കളിൽ നിന്നോ ഡൗറിയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ക്രൂവൽറ്റി ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ എന്തെങ്കിലും ഹറാസ്മെൻറ്റ് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കോടതി പ്രസ്യൂം ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സണാണ് ഈ സ്ത്രീയുടെ ഡൗറി ഡെത്തിന് കാരണം എന്നുള്ളതാണ്. ഈ സെക്ഷനും റിബട്ടബിൾ ആണ്. ഈ സെക്ഷൻ്റെ അണ്ടറിൽ ഒരു എക്സ്പ്ലനേഷൻ കൂടിയും കൊടുത്തിട്ടുണ്ട്. അതായത് IPC 304B ആണ് എന്താണ് ഡൗറി ഡെത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ IPC 304B അണ്ടറിൽ ഡൗറി ഡെത്തിന് എന്ത് മീനിങ് ആണ് കൊടുത്തിട്ടുള്ളത്, അതേ സെയിം മീനിങ് തന്നെയാണ് ഈ സെക്ഷൻ 113B അണ്ടറിലും വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സെക്ഷൻ 112 ടു സെക്ഷൻ 113B ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ പറ്റിയിട്ടാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് നമ്മുടെ ഈ ചാനൽ വഴി ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്നെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. So, thank you for watching the video.